ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ കുന്നാത്തും മുഹമ്മദിനെ നമ്മുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ സഖാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഇടതുപക്ഷ മുന്നണിയുടെ മണ്ഡലം ഭാരവാഹികളാണ് ഇവിടെ വന്ന് ശ്രീ മുഹമ്മദിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം CPIM-ൻ്റെ മങ്കടയിലെ ഏരിയയിൽ പ്രധാന പ്രവർത്തകരുടെ കൺവെൻഷൻ അങ്ങാടിപ്പുറം കല്യാണമണ്ഡലത്തിലുണ്ട്. അതിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് വിജയരാഘവൻ പങ്കെടുക്കും. അതിനുശേഷം മുഹമ്മദും നമ്മുടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. അവർ മുഹമ്മദിനെയും ആനയിച്ചുകൊണ്ട് ഞങ്ങളിന്ന് അങ്ങാടിപ്പുറം ടൗണിൽ രാത്രി ഒരു പ്രകടനമുണ്ട്. നാളെ 4 മണി മുതൽ ഒരു ഏകദേശം 5-6 മണി വരെ അങ്ങാടിപ്പുറം മുതൽ കൂട്ടിലങ്ങാടി വരെ ഗംഭീരമായ ഒരു റോഡ് ഷോയോട് കൂടി നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്ത സ്ഥിരീകരിക്കുകയാണ്. അതിപ്പോൾ നമ്മുടെ പാർട്ടിയുടെ PB അംഗം വിജയരാഘവൻ ഏതാനും മിനിറ്റുകൾ മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അതുമുതൽ മങ്കട മണ്ഡലത്തിലെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് മുഹമ്മദ് മാറുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഹമ്മദിൻ്റെ കൂടെ ഈ മണ്ഡലത്തിലെ ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും ഇടതുപക്ഷം ഈ കേരളത്തിൽ വിജയിച്ച് കാണുന്ന ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പൂർണ്ണ പിന്തുണയും സഹായവും സഹകരണവും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. അതിനാണല്ലോ ഈ രൂപത്തിലൊക്കെ കാര്യം നീക്കുന്നത്. അതായത് ഓരോ സാഹചര്യത്തിലും ഉയർന്നു വരുന്ന സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആ നിലക്കാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടും കുറച്ച് ദിവസങ്ങളൊക്കെ കാത്തിരുന്ന് എല്ലാ സാഹചര്യവും ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള നീക്കത്തിലേക്ക് പാർട്ടിയും മുന്നണിയും പോകുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ LDF-നെ പ്രതികരിച്ചുകൊണ്ട് വടക്കുന്നത്ത് മുഹമ്മദ് ഉണ്ടാവും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമല്ല. വിജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ മത്സരിക്കാമെന്ന് നേരത്തെ തന്നെ CPM-ന്റെ നേതാക്കൾ തന്നെ പറഞ്ഞായിരുന്നു. വിജയിക്കുന്ന സ്ഥാനാർത്ഥി നിങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് മുന്നിൽ ഉറപ്പ് കൊടുക്കാൻ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. അതിപ്പോ ഞങ്ങളിപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരല്ലേ, അതിന് നേതാക്കന്മാരല്ലേ. ഞങ്ങളതിന് അവരെന്താ അത് അവരോട് ചോദിക്കണം. അവർക്ക് ഈ മങ്കടയില് ഇന്നത്തെ ഈ ദുരവസ്ഥയിൽ നിന്ന് മാറി മങ്കടയിൽ ഒരു മെച്ചപ്പെട്ട അവസ്ഥ, കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ പോലെ കേരളത്തിലും മങ്കടയിലും ഒരു നല്ല അവസ്ഥയിലേക്ക് മണ്ഡലം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും സഹായിക്കാം. ആ സഹായങ്ങൾ സ്വീകരിക്കും. തർക്കമില്ലാത്ത കാര്യമാണ്. എൻ്റെ ഈ പോരാട്ടത്തിന് LDF പിന്തുണ തന്നതോടുകൂടി അതിൻ്റെ വീര്യം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇനി ആ പോരാട്ടത്തിൽ നമുക്ക് വിജയം വരെ എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പിന്നിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ആ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ പ്രവർത്തിച്ച പാർട്ടിയിലുള്ള ആളുകളുടെ പിന്തുണ കൂടി അത് പരസ്യങ്ങളിൽ രഹസ്യമായിട്ട് കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് മുന്നിട്ടിറങ്ങി. അപ്പോൾ അതെല്ലാവരും കൂടി ഒരുമിച്ച് പിന്തുണച്ചാൽ ഇവിടെ ഈ മങ്കട മണ്ഡലം ഇത്തവണ ചരിത്രം കുറിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും എന്നുള്ളതാണ്. അത് ഏതൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ അങ്ങനെ കാണുന്നത്? അത് രാഷ്ട്രീയമല്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മളെ കാന്തപുരം AP ഉസ്താദിനെ സന്ദർശിച്ചു. അതുപോലെ തന്നെ നമ്മുടെ തിരുവമ്പാടി ഫാദറിനെ സന്ദർശിച്ചു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഇനി ഒരു പോരാട്ടത്തിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങാനുള്ള ഒരു പുറപ്പാടാണുള്ളത്. അതിന് പരമാവധി ഈ മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾ പിന്തുണ നൽകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അവരിലേക്ക് ഇറങ്ങും. പിന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യം പത്രിക കൊടുത്തതായിരുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് കുന്നത്ത് മുഹമ്മദ് മാറി. മങ്കട മണ്ഡലത്തിൽ പാർട്ടി ആദ്യം പുറത്തുവിട്ട പേര് എൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 ദിവസം ഒരാഴ്ചയായിട്ട് നിങ്ങളെ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇന്നലെ മിഞ്ഞാന്നും ഇന്ന് രാവിലെയും നിങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലുള്ള മറുപടിയാണ് ഇവിടെ ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ടേമും അധികാരത്തിൽ വരും. ആ കാര്യത്തിൽ തർക്കമില്ല. ആ കൂട്ടത്തിൽ ഭരണകക്ഷിക്ക് ഒരു MLA മങ്കട നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവും. അതാണ് ഞങ്ങളെ പാർട്ടി നേരത്തെ തീരുമാനിച്ചതും അതിപ്പോൾ ഉറപ്പിച്ചും ചെയ്തു. സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് ഈ സമയം മുതൽ എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞത് മുതൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ സാരഥിയായിട്ട് കുന്നത്ത് മുഹമ്മദ് മണ്ഡലത്തിൽ ഇന്ന് അങ്ങോട്ട് നാളേക്ക് വെക്കണില്ല, നാളെ റോഡ് ഷോ എന്നുള്ളൂ. ഇന്ന് മുതൽ എല്ലാ മേഖലക്കകത്തും ഒറ്റക്കെട്ടായിട്ട് പാർട്ടി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പുണ്ടാവും. വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഒറ്റക്കെട്ടായിട്ട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് എനിക്കറിയാം. ഏതായാലും ഞങ്ങൾക്ക് സംശയമില്ല. ഒരു MLA യും കൂടി ഭരണകക്ഷിയിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് പറയാം. ഇല്ല. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പ്രഖ്യാപിച്ചത് തന്നെ ഞങ്ങൾ കമ്മിറ്റി ചെല്ലുമ്പോൾ പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം. ലീഗും കോൺഗ്രസും അല്ലാത്തതുകൊണ്ട് പിന്നെ പാർട്ടി തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ കമ്മിറ്റിക്ക് ചെല്ലുമ്പോഴാണ് ഇതൊക്കെയാണ് മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥികൾ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളിത് പറയുമ്പോഴാണ് അറിയുന്നത്. പിന്നെ രണ്ടാമത് അവിടെ ഒരു ചർച്ചൻ്റെ ആവശ്യമില്ല, അതിന് എതിർപ്പും ബാക്കിയുള്ള രീതിയിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെയും കൂടി ആവശ്യമാണ്. കാരണം എന്താ പറയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് രാവിലെയും പറഞ്ഞല്ലോ, ഒരു 3 ടേമായിട്ട് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നതാണ്. 2 ടേം ഞങ്ങൾ വിജയിപ്പിച്ചു വിട്ടതാണ്. പക്ഷേ അന്നത്തെ അരിയല്ല ഇന്ന് എന്നുള്ള രീതിയിലേക്ക് ഉള്ള പ്രശ്നം. അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ആരോടും വേറെ പരാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, 528 കോടി റുപ്യേൻ്റെ വികസന പ്രവർത്തനം ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതിപ്പോൾ നിഷേധിക്കാൻ അവർ കഴിയില്ല. പക്ഷേ അലി ഭരണകക്ഷിയിലല്ല, അലി യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്താണ്, ഭരിക്കുന്നത് LDF ആണ്. അപ്പോൾ നമ്മളെ ഉണ്ടായില്ല. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം, ഈ മുഖ്യമന്ത്രിയുടെ 10 വർഷമായിട്ട് അലി മുഖം കൊടുത്തില്ല. ഒരൊറ്റ മന്ത്രിമാരെയും അലി മുഖം കൊടുത്തില്ല. എന്നിട്ട് രാജ്യത്ത് ഇങ്ങനെ നടന്ന് പറയാണ് 10 പൈസ ഇല്ല ഖജനാവിൽ. ഇയാളിത് പറയാനാരാ? ഖജനാവിൽ പൈസ ഉണ്ടോ എന്ന് പറയേണ്ടത് പ്രതിപക്ഷത്തെ MLA അല്ല, അത് ഭരണകക്ഷിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ വെറുതെ ആളെ കുതിരായിക്കൊണ്ട് നടക്കണം. അപ്പോൾ തുടങ്ങിയത് മങ്കടിയിൽ നിന്നാണ്. അപ്പോൾ അത് മങ്കടിയിൽ തന്നെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.